ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. യേശുവിനെ രക്ഷകനും നാഥനും രാജാവുമായി ഏറ്റുപറയുമ്പോൾ ഒരു വ്യക്തിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടും. ഇന്നത്തെ ദിവസത്തിൽ നമ്മളിത് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടും. തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ അല്പസമയം ആ മേഖലകൾ നമ്മളൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയാൽ കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പാടാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. ഇതാ ലൂക്കാ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 33-ാം തിരുവചനം മുതൽ വായിക്കുമ്പോൾ ഉപവാസത്തെ കുറിച്ചൊരു തർക്കം. അതിന്റെ 36-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്: അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷണം പഴയതിനോട് ചേരാതെ തന്നെ വരികയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ പുതിയതും പഴയതും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞ് ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യം എന്നാന്നറിയാവോ? നീ ഇനിമേൽ പഴയ മനുഷ്യനല്ല. ആമേൻ, ആമേൻ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്റെ സഹോദര സഹോദരി, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും നീ വിശ്വസിക്കണം, ഞാനിനി പഴയ മനുഷ്യനല്ല. എന്റെ കർത്താവ് എന്നെ പണിതുയർത്തുകയാണ്. ഞാനൊരു പുതിയ മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 17, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയാ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. ആമേൻ, ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ചോണം, നീ ഒരു പുതിയ വ്യക്തിയാണ്, ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, പഴയത് കടന്നുപോയി, നീ ഒരു പുതിയ സൃഷ്ടിയാണ്, നീ ഒരു പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഈശോയുടെ പക്കൽ വന്നു ചേരുന്ന ഓരോരുത്തരുടെയും ജീവിതം അങ്ങ് വഴിമാറപ്പെടുന്നത്. നിക്കോദേമോസിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഇരുട്ടിൽ വന്ന മനുഷ്യൻ പുറത്തു പോകുന്ന എപ്പോഴാണെന്നറിയോ? വെളിച്ചത്തിലാ പോകുന്നത്. ധ്യാനത്തിനും ശുശ്രൂഷയ്ക്കും ഒക്കെ വരുന്ന അവരുടെ മുഖഭാവം നിരാശയും ദുഃഖവും സങ്കടവും ഉത്കണ്ഠയും. എന്നാൽ തിരിച്ചു പോകുന്നവരുടെ മുഖം കണ്ടിട്ടുണ്ടോ? എല്ലാ ധ്യാനത്തിനും കാണുന്നതാണേ. എന്താ പ്രത്യേകത എന്നറിയോ? നല്ല പുഞ്ചിരിച്ച്. പ്രശ്നം മാറിയത് കൊണ്ടല്ല, രോഗം മാറിയത് കൊണ്ടല്ല, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മൊത്തം അങ്ങോട്ട് എടുത്തു മാറ്റപ്പെട്ടു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് അവരുടെ ഉള്ളിൽ ക്രിസ്തു ഭരിക്കാൻ തുടങ്ങുമ്പോൾ ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ ഓരോ കാര്യത്തെയും കാണാൻ പറ്റും. ആമേൻ, ആമേൻ, ആമേൻ. ആ രഹസ്യം പിടികിട്ടിയോ? യേശുവിലായിരിക്കുന്നവൻ യേശുവിന്റെ കണ്ണുകളിലൂടെ ഓരോ കാര്യത്തെയും കാണും. ഇപ്പൊ നമ്മള് സാധാരണ ജീവിതാനുഭവത്തിൽ നമ്മൾ ഓരോ പ്രശ്നത്തെയും കാണുന്നതും നമ്മുടെ ബുദ്ധി കൊണ്ടാണ്, നമ്മുടെ കഴിവ് കൊണ്ടാണ്, നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ടാണ്, നമുക്ക് എന്തുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അതെല്ലോ ഒരു സാമ്പത്തിക പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതെങ്ങനെ വീട്ടിൽ തീർക്കാം? നമ്മൾ ഇങ്ങനെ ആലോചിച്ച് കുറച്ചും കൂടെ കഴിയുമ്പോൾ ആലോചന തലവേദനയായി, തലവേദന വയറുവേദനയായി, നെഞ്ചരിച്ചിലായി, നെഞ്ചുവേദനയായി, കാലുവേദനയായി, പിന്നെ നമ്മൾ കിടപ്പായി, അല്ലേ? അങ്ങനെയാണല്ലോ.
അതായത് നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് ആലോചിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇത്രയൊക്കെ ഉള്ളെന്ന് അവസാനം അത് കിടപ്പിൽ അവസാനിക്കുകയുള്ളൂ. എന്നാൽ യേശുവിന്റെ കണ്ണുകളിലൂടെ ഒരു വിഷയത്തെ സമീപിച്ചാൽ ഇന്ന് വരെ നീ കാണാത്ത കാര്യങ്ങൾ നിന്റെ മുമ്പിൽ കാണും. ഇന്ന് വരെ തുറക്കപ്പെടാത്ത വഴികൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചെറുപ്പക്കാരൻ ധ്യാനത്തിന് ഇവിടെ വന്ന് ഒന്നാം ദിവസം എന്റെ മുമ്പിൽ പറഞ്ഞു, അച്ഛാ ദേ ഇത്രത്തോളം അവനെ കുറിച്ച് എന്നെ പറയാ, അച്ഛാ ഇത്രത്തോളം എരണം കെട്ട ഒരുത്തൻ അച്ഛൻ കണ്ടിട്ടുണ്ടാവില്ല. ദേ ഞാൻ ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ നിന്നെ കുറിച്ച് പറയണത്? എന്നെ കുറിച്ച് എന്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയണത് അങ്ങനെയാ അച്ഛാ. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു, നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ലല്ലോ. അത് ശരിയാ, പുറമേ കണ്ടാൽ തോന്നത്തില്ല. പക്ഷെ എന്റെ അവസ്ഥ എങ്ങനെ അച്ഛാ? ഇത്രത്തോളം ഭാഗ്യമില്ലാത്തൊരു മനുഷ്യനെ അച്ഛൻ കണ്ടിട്ടുണ്ടോ? എന്നെ നോക്കിക്കോ. അച്ഛാ ഇത്രത്തോളം ഒറ്റപ്പെട്ട ഒരുത്തനെ കണ്ടിട്ടുണ്ടോ? എന്നെ നോക്കിക്കോ. ഈ ചെറുക്കൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പോഴത്തെ വിഷയം? ഇവൻ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദാരുണം. ജോലിയില്ല. അതോടൊപ്പം തന്നെ പഠന കാര്യങ്ങൾക്ക് വേണ്ടി ജർമ്മനിക്ക് പോകാൻ ആഗ്രഹിച്ചു, അതങ്ങ് ശരിയായില്ല. എന്നാ പിന്നെ ദുബായിക്ക് പോകാൻ ആഗ്രഹിച്ചു, അതും ശരിയായില്ല. ഇപ്പൊ വീട്ടിൽ മൊത്തം പ്രശ്നം, ഭാവി ജീവിതം മൊത്തം ഇവന്റെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടപ്പോക, ഒന്നുമില്ല, കട്ടപ്പോക. ഇങ്ങനെ ഇരിക്കുന്നു. എന്താ ഇപ്പൊ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. വിഷമിച്ച് നിൽക്കുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് കർത്താവിൽ വിശ്വാസം ഉണ്ടോ? ആ വിശ്വാസമൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു, നന്നായി. നീ വെറുതെ വിശ്വസിച്ച മാത്രം പോരാ, ഈ വിശ്വസിച്ച കാര്യങ്ങളിലൂടെ യേശുവിന്റെ കണ്ണുകളിലൂടെ നിന്റെ ജീവിതത്തെ നീ ഒന്ന് നോക്കണം. അപ്പൊ ചിത്രം മാറും. അവന് വേണ്ടി കർത്താവിന്റെ ഒരു സന്ദേശം പോലെ പറഞ്ഞു കൊടുത്തു. ഹബക്കൂക്കിന്റെ പ്രവചനം 1:5 അറിയാം വചനം ഏതാ? ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു കാര്യം നിങ്ങളുടെ നാളുകളിൽ ദൈവം ചെയ്യുന്നു. അവൻ തലകുലുക്കി അതെല്ലാം കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് ശ്രമിക്കട്ടെ. എന്റെ പ്രിയരെ, അവൻ ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ വചനം വായിക്കുമ്പോൾ, അവൻ ഓരോ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവൻ ശ്രമിച്ചത് എന്തെന്നറിയോ? അവന്റെ ജീവിതത്തെ യേശുവിന്റെ കണ്ണുകളിലൂടെ ഒന്ന് കാണാനൊന്ന് ശ്രമിച്ചു. കാഴ്ചയൊന്നും അങ്ങോട്ട് മാറാൻ തുടങ്ങി. ചെറുക്കന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. എരണം കെട്ടവനെന്നും പറഞ്ഞ് ധ്യാനമന്ദിരത്തിൽ വന്നവൻ തിരിച്ചു പോയത് തിളങ്ങുന്ന കണ്ണുകളിലൂടെയാണ്. അവന്റെ ജീവിതത്തെ കർത്താവ് അടിമുടി മാറ്റിമറിച്ചു. 1 മാസം കഴിഞ്ഞ് ഈ ധ്യാനമന്ദിരത്തിൽ അവനൊരു പാക്കറ്റ് ലഡുവും കൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ലഡു കഴിക്കച്ചാ. ഞാൻ പറഞ്ഞു, എന്തിനാടാ ഈ ലഡു? അച്ഛ ഇത് കഴിക്കച്ചാ, സന്തോഷം കൊണ്ടാച്ചാ, അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു, എടാ നീ ധ്യാനമൊക്കെ കൂടിയില്ലേ, ഇനി എന്നാ സഹായം? അച്ഛാ അച്ഛൻ സഹായിക്കേണ്ട എന്നാന്നറിയോ? ഞാൻ ജർമ്മനിക്ക് പോണോ അതോ ദുബായിക്ക് പോണോ അതോ കൊച്ചിയിലുള്ള ഒരു കമ്പനി ഉണ്ട് അവിടെ പോണോ? 3 കമ്പനിയിൽ നിന്ന് ഓഫർ വന്ന് കിടക്കുക അച്ഛാ. അച്ഛൻ പറഞ്ഞാൽ ഞാൻ അവിടെ പോകും. ഹല്ലേലൂയാ. ജീവിതത്തില് ഭാഗ്യക്കേടിന്റെ അങ്ങേയറ്റമെന്ന് സ്വയം വിശേഷിപ്പിച്ച ചെറുക്കൻ യേശുവിന്റെ കണ്ണുകളിലൂടെ കാര്യങ്ങളെ ഒന്ന് കാണാൻ ശ്രമിച്ചപ്പോൾ, ഹബക്കൂക്ക് 1:5 ജീവിതത്തിൽ ഏറ്റു തുടങ്ങിയപ്പോൾ ചെറുക്കന്റെ ജീവിതം അങ്ങോട്ട് മാറി. ഒരൊറ്റ മാസത്തിനുള്ളിൽ അവന്റെ മുമ്പിൽ 3 സ്ഥലങ്ങളിൽ നിന്ന് ഓഫറുകൾ വന്ന് നിൽക്കുന്നു. അവൻ ജർമ്മനിയിൽ കൊടുത്തിരുന്ന ഒരു അപേക്ഷ, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കലും അവന് അഡ്മിഷൻ കിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ അവിടെ നിന്ന് ഇവരൊരു ഇൻവിറ്റേഷൻ വന്നിരിക്കുന്നു. ദുബായിൽ ഇവൻ കൊടുത്തിരുന്ന ഒരു ആപ്ലിക്കേഷൻ അവിടെ നിന്ന് വലിയൊരു ഓഫറുമായിട്ട് വന്നിരിക്കുന്നു. കൊച്ചിയിലുള്ള ഒരു കമ്പനി വലിയൊരു ഓഫറുമായിട്ട് വന്നിരിക്കുന്നു. അച്ഛാ ദേ ഭാഗ്യപ്പെട്ട എന്നെ കർത്താവ് ഉയർത്തി. യേശുവിന്റെ കണ്ണുകളിലൂടെ നിന്റെ ജീവിതത്തെ നീ ഒന്ന് പരിശോധിക്കാൻ ശ്രമിച്ചാൽ ചിത്രം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുവാണ്, എന്റെ ജീവിതം ഭാഗ്യമില്ലാത്തതാണ്, എന്റെ ജീവിതം ഇതിങ്ങനെ തീരാനുള്ളതാണ്. എന്തൊരു ജീവിതം! ഒരു ഭാഗ്യവും ഇല്ലാത്തൊരവസ്ഥ. എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ ചിന്തിക്കുന്നുണ്ടാവും ചിലര്, ഇല്ലേ? ചിലരുടെ ഉള്ളിൽ വല്ലാത്തൊരു തിങ്ങലും വിമ്മലൊക്കെ ഉണ്ടാവും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഒരു ഭാഗ്യവുമില്ല, ഒരു കഴിവുമില്ല. എന്തിനാ എൻ്റെ ജീവിതം? ഞാനിങ്ങനെ വല്ലവർക്കും വേണ്ടി വെച്ച് വിളമ്പി തീരാനുള്ള ഒരു ജീവിതം. എൻ്റെ ജീവിതം കൊണ്ട് എന്താ മെച്ചം? എന്നാൽ നീ ഓർക്കണം, നീ നിന്നെ തന്നെ ഭാഗ്യക്കേടെന്നും എരണം കെട്ടവനെന്നൊക്കെ നീ നിന്നോട് തന്നെ പറയുമ്പോൾ നിന്റെ നെറ്റിയില് കർത്താവ് ഒരു കാര്യം കുറിച്ചു വെക്കുന്നു. നീ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ
പഴയ ജീവിത അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നാൽ, യേശുവിന്റെ കണ്ണുകളിലൂടെ കാര്യങ്ങൾ കാണാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ ഗതി മാറും. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് പിടിച്ച് കണ്ണുകളടച്ച് ഓരോരുത്തരും വിശ്വസിക്കണം. നിന്റെ ജീവിതത്തിൽ ഭാഗ്യപ്പെട്ട ചില അനുഭവങ്ങളിലൂടെ കർത്താവ് നയിക്കുകയാണ്. ഒരുപക്ഷെ നീ നിന്നോട് തന്നെ ചിന്തിക്കും, ഭാഗ്യമില്ലാത്ത ജീവിതം, ഈ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ ഞാൻ പിറന്നല്ലോ, എൻ്റെ കുടുംബാവസ്ഥ അത്രമേൽ ഭാഗ്യമില്ലാത്തതാണ്, ഒരു നന്മയുമില്ലാത്തൊരു വീടാണ്, എൻ്റെ വീട്ടിലെ ദാരിദ്ര്യം എന്നെ കാണാൻ കൊള്ളത്തില്ല, അപകർഷതാബോധത്തിന്റെ അങ്ങേയറ്റമായിരിക്കും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല, ഒരു കഴിവുകളുമില്ല, ആരും എന്നെ സഹായിക്കാനില്ല, രാഷ്ട്രീയക്കാരെന്നെ സഹായിക്കുന്നില്ല, വീട്ടുകാരെനിക്ക് സഹായത്തിനില്ല, എനിക്കൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ പോലുമില്ല, ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നു, ഞാൻ ഭാഗ്യം കെട്ട ജീവിതമാണ്. എന്നാൽ നിന്റെ ഭാഗ്യം കെട്ട ജീവിതാവസ്ഥയെ കർത്താവിത വിശുദ്ധീകരിച്ച് ഭാഗ്യമുള്ളതാക്കി മാറ്റുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. നീ ആരുമില്ല എന്ന് വിചാരിക്കരുത്, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് ചിന്തിക്കരുത്, കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതകരമായിട്ട് ഇടപെടണമേ കർത്താവേ, അങ്ങ് ഇടപെടണമേ, അങ്ങ് ഇടപെടണമേ. വിക്കനായ മോശയെ ഉയർത്തിയതുപോലെ, വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ ഉയർത്തിയതുപോലെ, നോഹയെ ഉയർത്തിയതുപോലെ, സാംസനെ ഉയർത്തിയതുപോലെ, ഇതാ സക്കറിയ പ്രവചനത്തെ പോലെ, ദാവീദിനെ ഉയർത്തിയതുപോലെ, സാംസീനെ ഉയർത്തിയതുപോലെ എന്റെ ജീവിതത്തെയും ഉയർത്തണമേ. കരങ്ങൾ ഉയർത്തി ഈശോയേ, പറഞ്ഞാലും വിശ്വസിക്കാത്ത ആമേൻ പ്രവൃത്തിയും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവർത്തിയും നാഥൻ ചെയ്യാൻ പോകുന്നു. ഒന്ന് ചേർന്ന് പാടിക്കെ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയും നാഥൻ ചെയ്യാൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഹബക്കൂക്കിന്റെ പ്രവചനം 1:5 ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി എന്റെ ദൈവം എനിക്ക് വേണ്ടി ഈ നാളുകൾ ചെയ്യും. ഓ ദൈവമേ, ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, അത്ഭുതകരമായ കൃപ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. തടസ്സങ്ങൾ മാറ്റുന്ന ദൈവമേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഇന്നേ ദിവസം ചൊരിയപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കൊരു കുഞ്ഞു ഹോംവർക്ക്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം, ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 5, വെറും 39 വചനങ്ങളുള്ള ഒരു അധ്യായം. 5 വാഗ്ദാനങ്ങൾ കർത്താവ് നൽകുന്നു. എനിക്കും നിനക്കും അനുഭവിക്കാൻ കർത്താവ് ഒരുക്കിയ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ 5-ാം അധ്യായം സാവധാനം വായിക്കണം. എഴുതി വച്ചിരിക്കുന്ന വാഗ്ദാനം നമ്മൾ ഭക്ഷിച്ചാൽ അത് നമ്മുടേതായി മാറും. ഇത് നമ്മൾ ഭക്ഷിച്ചില്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. വിളമ്പി വെച്ചിട്ടുണ്ട്, ഭക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനം. ഭക്ഷിച്ചാൽ അത് നമ്മുടെ സ്വന്തമാകും, നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകുത്താം. ഈശോയുടെ മുമ്പിൽ നമ്മൾ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, എൻ്റെ ജീവിതത്തെ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് മാറ്റുന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുന്നു. ഓരോ വ്യക്തിയും കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടലിന് വേണ്ടി ആഗ്രഹിക്കുക. ഈശോയെ, എന്നെയും എൻ്റെ ജീവിതത്തെയും ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കണമേ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ചേർന്ന് നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കൂപ്പി ആരാധനയുടെ ഗീതം പാടി നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവിന്റെ കരുണ നിന്റെ മേൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയം, കേട്ട വചനത്തിന്റെ ശക്തി നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയം, കർത്താവ് ഓരോ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അസ്വസ്ഥപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ഈശോ പലരോടും പറഞ്ഞ് ബലപ്പെടുത്തുന്നു. കർത്താവ് പറയുന്ന എന്നറിയോ, നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന മുടക്കരുതെന്ന് മാത്രമല്ല, ദൈവ ശുശ്രൂഷയിലേക്ക് നയിക്കപ്പെടണം. നിന്റെ ജീവിതം ദൈവം സമ്മാനമായിട്ട് തന്നതാണ്. വിശ്വസിച്ചേറ്റെടുക്കട്ടെ. കർത്താവിന്റെ കരുണ നിന്റെ മേൽ ഒഴുകുന്നു, അതിശക്തമായ കൃപ ഒഴുകുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അസ്ഥി പൊടിയുന്ന ഒരു പ്രത്യേക രോഗപീഠ മൂലം വല്ലാണ്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ആ സഹോദര, കർത്താവ് സഹോദരനിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. വിശ്വസിച്ചേറ്റെടുക്കട്ടെ. ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ. ഭാരപ്പെടേണ്ട. അലർജി രോഗപീഠകളെ കർത്താവ് ശാസിക്കുന്നു. മകനെ ഓർത്ത് കരയുന്ന അപ്പന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കർത്താവ് ഇടപെടും. ഒരു പഠന വിഷയത്തിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് വിഷമിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കർത്താവ് ബലപ്പെടുത്തുന്നു. ബാങ്കിൽ നിന്നൊരു ലോണിന് വേണ്ടി നാളുകളായി കയറി ഇറങ്ങുന്നു ഭാരം. എന്നാൽ ഇതാ കർത്താവ് നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്ന് അനുഗ്രഹിക്കുന്നു. നീ കാണാത്തൊരു വഴി നിനക്ക് വേണ്ടി കർത്താവ് തുറക്കും. ഇത് നിന്നിൽ സംഭവിക്കും. നീ വിശ്വസിച്ചേറ്റെടുക്കൂ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർത്തിയ ദൈവം എൻ്റെ മേലുണ്ട്. രോഗിയെ സൗഖ്യപ്പെടുത്തിയവൻ എൻ്റെ മേലുണ്ട്. പാപത്തിനിൽ നിന്ന് പാപമോചനത്തിലേക്ക് നയിച്ചവൻ എൻ്റെ ഉള്ളിലുണ്ട്. സാധാരണത്വത്തെ അസാധാരണത്വത്തിലേക്ക് നയിക്കുന്നവൻ എൻ്റെ ഉള്ളിലുണ്ട്. പഴയതെല്ലാം കടന്നുപോയി. ഓർത്തോർത്ത് ദുഃഖിക്കേണ്ട. ഈശോദേ ഈ സഹോദരിയോട് പറയുന്നു, ഓർത്തോർത്ത് ദുഃഖിക്കേണ്ട. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുപോയി. വിശ്വസിക്കൂ, യേശു നിന്നിൽ പ്രവർത്തിക്കുന്നു. ആനി എന്ന സഹോദരി, യേശു നിന്നിൽ പ്രവർത്തിക്കുന്നു. അടിവയർ വേദന, റൈറ്റ് സൈഡിൽ അടിവയർ വേദനയുള്ള സഹോദരി, കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. വിശ്വസിച്ചേറ്റെടുക്ക്. ഈ തലയ്ക്ക് വലിയ പെരിപ്പ് പോലെ, തലവേദന പോലെ വല്ലാത്ത ഭാരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കർത്താവ് ആ സഹോദരിയെ ഇതാ സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ ഒഴുകുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചോ. കർത്താവെ, ഓരോ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടുന്ന സമയം. ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോരുത്തരും, കുറച്ചുപേരല്ല, എല്ലാവരും, പ്രായഭേദമെന്നെ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. വിശ്വസിക്കുന്നവരും നല്ലൊരു വെടിക്കെട്ട് കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം.